പ്രതിഷേധങ്ങൾക്കൊടുവിൽ കടുവയെ കുടുക്കാൻ കെണിക്കൂട് കൊണ്ടുവന്നെങ്കിലും സ്ഥാപിക്കാനുള്ള അനുമതി വൈകുന്നതായി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പരാതി. തിരുവിഴാംകുന്ന് അമ്പലപ്പാറ തോടുകാട് ഭാഗത്താണ് കൂട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ജനവാസ മേഖലകളായ കാപ്പുപറമ്പ് തോടുകാട് ഭാഗങ്ങളിൽ കടുവയെ നിരവധി തവണ ആളുകൾ കാണാനിടയായി. പ്രദേശവാസികളുടെ സ്വൈര്യജീവിതത്തെ കടുവയുടെ സാന്നിധ്യം ബാധിക്കുന്നുണ്ടെന്നും കൂട് സ്ഥാപിച്ച് പിടിക്കണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയിൽ നടത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് തോടുകാട് മസ്ജിദിന് സമീപം വനം വകുപ്പ് കൂടെത്തിച്ചത്. 2-ാം തീയതി ചൊവ്വാഴ്ച കൂട് കൊണ്ടുവന്നെങ്കിലും ഇരയെ വെച്ച് കൂട് സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിക്കാത്തതാണ് കൂട് സ്ഥാപിക്കുന്നതിൽ കാലതാമസം വരാൻ കാരണമെന്നാണ് വനം വകുപ്പ് നൽകുന്ന വിശദീകരണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സാനിർ മണ്ണിലടി പറഞ്ഞു. 31-ാം തീയതിയാണ് നമ്മൾ സമരം ചെയ്തതിൻ്റെ 3-ാമത്തെ ദിവസം നമുക്ക് കൂട് ഇവിടെ എത്തിക്കാൻ സാധിച്ചു. അതിന് വനപാലകരായിട്ടുള്ള ആളുകൾ, നമ്മുടെ ഈ പ്രദേശത്തുള്ള DF ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മോട് സഹകരിച്ചിട്ടുണ്ട്. ഇനി ഈ കൂട് മാത്രം സ്ഥാപിച്ചാൽ പോരാ, ഇതിൽ കടുവയെ പിടിക്കുന്നതിന് വേണ്ട സജ്ജീകരണത്തിന് ഉള്ള വഴിയും കൂടി വനപാലകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കാരണം ആളുകൾ ഇപ്പോഴും ഭീതിയിലാണ്. കാപ്പുപറമ്പ് തോടുകാട് പ്രദേശങ്ങൾ 1 മാസത്തോളമായി കടുവ ഭീതിയിലാണ്. പ്രദേശത്തുള്ള മിക്ക റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും ജോലിക്ക് പോകാറില്ല. മദ്രസ വിദ്യാർത്ഥികൾ നേരം പുലർന്നതിന് ശേഷമാണ് പോകാറ്. പ്രദേശങ്ങളിലെ വിവിധയിടങ്ങളിൽ രാത്രി വനം വകുപ്പിന്റെ നിരീക്ഷണമുണ്ട്. ഇതിനെ മറികടന്നും കടുവയുടെ സാന്നിധ്യം ഉണ്ടായതായി അറിയാൻ കഴിഞ്ഞെന്നും സാനിർ പറയുന്നു. നിലവിൽ വനപാലകർ ഇവിടെ എന്നും രാത്രികാലങ്ങളിലുണ്ട്. രാത്രികാലങ്ങളിൽ നമ്മുടെ ആളുകൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് അവർ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇവിടെ കുറച്ചപ്പുറത്ത് ഉന്നതിയിൽ ഉള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അധികാരികളുമായിട്ട് അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ശബ്ദം കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, അവർ ചെന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് താഴേക്ക് പിന്നെ ഇറങ്ങി വന്നിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല. കാരണം നമുക്ക് ഇവിടെ രാത്രി കാലങ്ങളിൽ നമ്മൾ വരുന്നില്ല, ടാപ്പിംഗ് തൊഴിലാളികളും വരുന്നില്ല. DFO ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ കൃത്യസമയങ്ങളിൽ ഉണ്ടാവാറുണ്ടെന്ന് സാനിർ മണ്ണിലടി പറഞ്ഞു. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.